ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്കൊന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ജ്വല്ലറി അൺബോക്സിംഗ് ആണ്. അതായത് 200 താഴെയുള്ള കുറച്ച് ജ്വല്ലറി അൺബോക്സിംഗ് ആണ്. ഇത് മീഷോ എന്നാണ് എല്ലാ പ്രോഡക്റ്റും ഞാൻ വാങ്ങിച്ചത്. നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് സത്യത്തിൽ ഞാൻ ഈ വീഡിയോ ഫുള്ളായിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇതാണ്. ഇതിപ്പോൾ ഞാൻ എടുത്തപ്പോൾ ഇച്ചിരി കൊളുത്തങ്ങ് വിട്ടുപോയതാണ്, വേറൊരു കുഴപ്പമില്ല കേട്ടോ. ക്വാളിറ്റി വൈസ് ആണെങ്കിൽ എല്ലാം സൂപ്പറാണ്. അവർ റെഡും ഗ്രീനും കോംബോ വരുന്ന ടൈപ്പാണ്. അതിനകത്ത് ദേവിയുടെ പിക്ചർ പോലെയാണ് ആ സൈഡ് വരുന്നത്. അതുപോലെ നമ്മളും ആ മോഡൽ തന്നെയാണ്, ദേവിയുടെ പോലെ വന്നിട്ട് ജിംക മാതിരി അടിയിൽ ഇങ്ങനെ മുത്ത് തൂങ്ങിക്കിടക്കുന്ന രീതിയിലാണ് വന്നേക്കുന്നത്. ക്വാളിറ്റിയൊക്കെ നല്ല രസമുണ്ട്. പട്ടുപാവാടയുടെ കൂടെ ആണെങ്കിലും നമ്മുടെ സാരിയുടെ കൂടെ ആണെങ്കിലും ഒക്കെ കോംബോ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. ഇനി എൻ്റെ കുറച്ച് പട്ട് ഷോ കാണാം. അപ്പം നമ്മുടെ രണ്ടാമത്തെ ഐറ്റം ഇതുപോലെ തന്നെ പട്ടുപാവാടയുടെ കൂടെയും ധാവണിയുടെ കൂടെയും അത് മാത്രമല്ല സെറ്റ് സാരിയുടെ കൂടെയും കോംബോ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ജ്വല്ലറിയാണ്. സിൽവർ ജ്വല്ലറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതിൻ്റെ കൂടെ കോംബോ ചെയ്യാം, അത്ര ഹെവി ഒന്നും ആയിരിക്കത്തില്ല. അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ മാലയാണിത് കേട്ടോ. നല്ല വെയിറ്റാണ്, നല്ല വെയിറ്റുള്ള മാലയാണ്, നല്ല ക്വാളിറ്റി ഉള്ള മാലയാണ്. അത് മാത്രമല്ല അതിൻ്റെ കൂടെ കിട്ടിയത് ഒരു റിങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് കയ്യിലിടുമ്പോൾ തന്നെ നമ്മുടെ കൈ ഫുള്ളാവും കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അതുപോലെ തന്നെ അതിൻ്റെ കമ്മലും ഉണ്ട്, മൂക്കൂത്തിയുണ്ട്. ഈ മൂക്കൂത്തിയാണ് ഞാൻ എടുത്തേക്കുന്നത്, ചെറുത് മൂക്കൂത്തി, നല്ല രസമുണ്ട് കേട്ടോ. അതുപോലെ കമ്മലും അത് തന്നെ ആ മാലയുടെ മോഡൽ, ആ റിങ്ങിൻ്റെ മോഡൽ വരുന്ന കമ്മലും കൂടെയാണ്. നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. അത്യാവശ്യം കുറേ നാൾ ഓടും ഈ പ്രോഡക്റ്റ് കേട്ടോ, കാരണം സിൽവർ ടൈപ്പ് ആയതുകൊണ്ട് കളറൊന്നും പോകത്തില്ല. അപ്പം നമ്മുടെ മൂന്നാമത്തെ പ്രോഡക്റ്റാണ് ഇപ്പം നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ അതായത് ഡിസ്ക്രിപ്ഷനിലോ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. വേണ്ടവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓണം വരുമ്പോഴേക്കും നമുക്ക് കളറായി അടിച്ച് പൊളിക്കണ്ടേ, അതിന് വേണ്ടിയാണ് കേട്ടോ. അപ്പം നമ്മുടെ മൂന്നാമത്തെ അൺബോക്സിങ്ങും ഒരു ആൻറ്റിക് ജ്വല്ലറിയാണ്. ഇത് ഇച്ചിരി ഹെവി ആയിട്ടുള്ള വർക്കാണ് കേട്ടോ. ഇതും 200 രൂപ താഴെയാണ്. ഞാനിതൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു ഇത്രയും നല്ല ക്വാളിറ്റി വരൂ 200 രൂപ താഴെ. ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രം ഞാൻ വീഡിയോ ചെയ്താൽ മതിയെന്ന് വിചാരിച്ചാണ് ഇതൊക്കെ വാങ്ങിച്ചത്. അതാണ് ഇത്ര ലേറ്റായി പോയതും. പക്ഷെ ഒന്നും പറയാനില്ല മക്കളെ, ക്വാളിറ്റിയൊക്കെ സൂപ്പറാണ്. ഇത് ഇച്ചിരി ഹെവി ആണെങ്കിൽ പോലും ആ കഴുത്തിൽ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഭംഗി ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല കേട്ടോ. അതിൻ്റെ കൂടെ ആ മാലയുടെ അതേ മോഡലിൽ തന്നെയാണ് അതിൻ്റെ കമ്മലും വരുന്നത്. ഒരു റെഡും ഗ്രീനും ടൈപ്പാണ് കളർ വരുന്നത് എങ്കിൽ പോലും നല്ല എഫക്റ്റ് അല്ല. ആദ്യത്തെ ജ്വല്ലറി പോലെ നല്ല എഫക്റ്റായിട്ട് തെളിഞ്ഞ് നിൽക്കത്തില്ല റെഡും ഗ്രീനും. നമുക്ക് ഏത് ഡ്രസ്സിൻ്റെയും കൂടെ ആണെങ്കിലും കോംബോ ചെയ്ത് പോകാൻ പറ്റിയ ഒരു അഡാർ ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. കാരണം വെച്ചാൽ ഭയങ്കര ഹെവിയാണ്. ഒരു ഫംഗ്ഷന് പോകാനാണെങ്കിൽ ഈ മാല മാത്രം ഇട്ടാൽ നമ്മൾ അത്ര നല്ല സുന്ദരിയായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ജ്വല്ലറി പരിചയപ്പെടാം. അതിന് മുമ്പായിട്ട് ഞാൻ ഇടുന്ന ഈ ജ്വല്ലറികളിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ കമൻറ്റ് ചെയ്താലും മതി. അപ്പോൾ നമ്മുടെ നാലാമത്തെ ജ്വല്ലറിയാണ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. നല്ല ഹെവി ഒന്നുമല്ല, നല്ല സിമ്പിളായിട്ട് ഇടാൻ പറ്റിയ ഒരു ജ്വല്ലറിയാണ്. അതിൻ്റെ കൂടെ 2 മാല വരുന്നുണ്ട്, ഒരു കമ്മൽ വരുന്നുണ്ട്. മാല രണ്ടും സെയിം ആണ്, ഗ്രീനും റെഡും വരുന്ന മാല. അതിൽ അടിയിലിങ്ങനെ പേഴ്സ് തൂങ്ങിക്കിടക്കുന്ന രീതിയിൽ വരുന്ന ടൈപ്പാണ്. അതിൻ്റെ തന്നെ വലിയതും അതിൻ്റെ തന്നെ ചെറുതുമാണ്, രണ്ടും സെയിം തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പം ഒന്ന് ചെറുതാക്കി ഇടാം, ഒന്ന് വലുതാക്കി ഇടാവുന്ന രീതിയിൽ നമ്മുടെ കഴുത്തിൽ കവിഞ്ഞ് കിടക്കും അത് കേട്ടോ. അതിൻ്റെ തന്നെ മോഡലിൽ വരുന്ന കമ്മലാണ് വരുന്നത്. അതും ഇതുപോലെ തന്നെ റെഡും ഗ്രീനും കോംബോയാണ് വരുന്നത്. റെഡും ഗ്രീനും കോംബോയും അതിൻ്റെ അടിയിൽ പേഴ്സ് വരുന്നത്, വൈറ്റ് പേഴ്സാണ് വരുന്നത്. നല്ല പ്രോഡക്റ്റാണ്.
നമ്മുടെ അടുത്ത ജ്വല്ലറി അൺബോക്സിങ് ഒരു ബോക്സിലാണ് വരുന്നത്. ഇത് 200 താഴെ തന്നെയാണ് മേടിച്ചത് ഞാൻ. രണ്ടാമത്തെ ഒരു സിൽവർ ജ്വല്ലറി ഇല്ലേ, അതിൻ്റെ ടൈപ്പ് തന്നെയാണ് വരുന്നത്. കുറച്ച് ഡിസൈൻ വ്യത്യാസം വരുന്നുള്ളൂ, ബാക്കി എല്ലാം അതുപോലെ തന്നെയാണ്. കമ്മലും പിന്നെ റിങ്ങും പിന്നെ മൂക്കുത്തി, മാല, ഇച്ചിരി ഹെവി ആയിട്ടുള്ള നല്ലൊരു വെയിറ്റോട് കൂടിയുള്ളൊരു മാലയാണ് സെറ്റായിട്ട് വരുന്നത്. നല്ല പ്രോഡക്റ്റാണ്. ഇത്രയും കാണിച്ച എല്ലാ പ്രോഡക്റ്റും നല്ല ക്വാളിറ്റി വൈസാണ്. നിങ്ങൾക്ക് ധൈര്യപൂർവ്വം മേടിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അടുത്തൊരു വീഡിയോ കാണുന്നിടം വരെ ബൈ.